ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തലശ്ശേരി സ്പെഷ്യലായ മംഗല അച്ചാറാണ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും വേണ്ട, അതിലും കുറച്ച് കുറവ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 15 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 8 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കുക. ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് കരിഞ്ഞു പോവും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 മീഡിയം വലിപ്പമുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്, ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 10 ഈത്തപ്പഴം കുരുകളഞ്ഞ് നീളത്തിലരിഞ്ഞത്. നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ബീട്രൂട്ടിലും ക്യാരറ്റിലും ഒക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ നമുക്ക് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നമ്മുടെ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ വെന്തിട്ടും ഉണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അധികം അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ ആക്കിയിട്ട് വരാം. ഇത് മിക്സിയിൽ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പായി 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മംഗലച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.